ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോട്ടയം ഫിഷ് ആണ്. അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി അല്ലേ? നമുക്കെന്നാൽ ഇന്ന് ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് കാണിച്ചു കൊടുക്കാം അല്ലേ? യെസ്. അത് കഴിഞ്ഞ് മുത്ത് അത് കൂട്ടി ഫുഡ് കഴിക്കില്ലേ? ചോറ് കഴിക്കില്ലേ? ചോറും ഫിഷ് കറിയും കഴിക്കില്ലേ? പോനസിന് ചോറുണ്ണാൻ ഭയങ്കര മടിയാണ്. ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി കൂട്ടി ചോറുണ്ണാൻ പോവാണ്. മോൻ പോയതുണ്ടോ? ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അവർക്ക്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കാണാം. എനിക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആവോലിയാണിത്. ആവോലി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ്. അത് കറി വെക്കാനാണെങ്കിലും ഫ്രൈ ചെയ്യാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി നമുക്ക് എങ്ങനെയാണെന്ന് തുടങ്ങാം. ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു 3 കുടംപുളി കുതിർക്കാനിട്ടിട്ടുണ്ട്. ഇനി ഈ പുളി മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഇതാണ് നമ്മൾ മീൻ കറിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ മീൻകറിയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. മീൻകറിയിൽ പ്രത്യേകിച്ച് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ആകുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കടുക് ചേർത്തു. ഞാൻ ഇതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. അവസാനമായി മീൻകറിയിൽ ഉലുവപ്പൊടി ചേർക്കുന്നതിന് പകരം ഞാൻ കൂടുതൽ ഉലുവ ആദ്യമേ തന്നെ ചേർത്തു. പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അത് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുഞ്ഞുള്ളി ചേർക്കുക. ഇനി കുഞ്ഞുള്ളി ഒരു 10 കുഞ്ഞുള്ളി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ, ഒരു ബ്രൗൺ നിറം ആകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂടിയും കുറച്ചും ഇടുക. അങ്ങനെ ഇതിൽ ചേർത്ത് കുഞ്ഞുള്ളി നല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഞാൻ 2 സ്പൂൺ കാശ്മീരിയും 1 സ്പൂൺ റെഡ് ചില്ലിയുമാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/2 സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. സാധാരണ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയിൽ നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ അത്രയും ഇതിൽ ചേർക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് തന്നെ പൊടി ചേർക്കുമ്പോൾ ഒന്നെങ്കിൽ സ്റ്റൗ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടോ മാത്രം പൊടി അതിൽ മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലായാൽ അത് മതിയാകും. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക നല്ല രീതിക്ക്. ഇനി അടുത്തതായി നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രമേ മീൻ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി മീൻ ഓരോ പീസായി അതിലേക്ക് ഇടുക. മീനെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഈ മീനെല്ലാം താട്ടി കൊടുക്കാം. ഇത് അത്യാവശ്യം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ കൊണ്ട് നമുക്ക് മീൻ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ ഇതിനെയെല്ലാം ചാറിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുകയാണ്. നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില നന്നായിട്ടിടുക. ഇനിയിപ്പോൾ നമ്മുടെ മീൻകറി ഓവർ ലൂസായി പോയെങ്കിൽ അത് കുറുകാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തിളച്ച മീൻകറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മീൻകറിയിലേക്ക് മിക്സ് ചെയ്ത് ആ കൂട്ട് ഒഴിക്കുകയാണ്. ഇതൊഴിച്ച് ഒന്ന് ചൂടാക്കുമ്പോഴത്തേനും നമ്മുടെ ലൂസായ മീൻകറി ഒന്ന് കുറുകി കിട്ടും. അപ്പം മീൻകറി കുറച്ച് ടേസ്റ്റും കൂടും. എരിവ് കുറവുണ്ടെങ്കിൽ അവിടെ അത് നമുക്ക് ആ മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്ത് എരിവും ചേർക്കാം. മീൻകറി കുറുകുകയും ചെയ്യും. അവസാനമായി ഞാൻ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡിയായി. ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം ഇത് സെർവ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.